Good morning. Good morning, Miss. Yes. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ benefits of NAAC accreditation അല്ലേ പറഞ്ഞിരുന്നത്? Benefits of NAAC accreditation അല്ലേ പറഞ്ഞിരുന്നത്? എവിടെ വരെയാണ്? സ്റ്റാഫ് വരെ പറഞ്ഞു അല്ലേ? നെക്സ്റ്റ് എംപാനൽമെന്റ് അത് ബെനിഫിറ്റ്സ് ആണ് എടുക്കാനുള്ളത് അല്ലെ? സ്റ്റാഫ് വരെ വായിച്ചു നോക്കിയിരുന്നോ? ക്ലിയർ ആണോ? ഓക്കെ, ശരി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ നമ്മുടെ എംപാനൽമെന്റ് ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? CGHS, ECHSന്റെ ഒക്കെ കാര്യത്തില് പറഞ്ഞിരുന്നില്ലേ? അപ്പൊ എംപാനൽമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക, തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ്. അതായത് accreditation provides an objective system of empanelment by insurance and other third parties. ഒരു അക്രഡിറ്റേഷൻ വഴി നമുക്ക് എംപാനൽമെന്റ് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതായത് ഒരു ഇൻഷുറൻസ് കമ്പനി ആവാം, മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസ് ആവാം, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമുകളുമായി ബന്ധപ്പെട്ടാവാം, എക്സ് സർവീസ്മാൻ ബെനിഫിഷ്യറി ആയിട്ടുള്ള ഹെൽത്ത് സ്കീമുകളുമായി ബന്ധപ്പെട്ടാവാം, അങ്ങനെ മറ്റേതെങ്കിലും തേർഡ് പാർട്ടീസോ ഇൻഷുറൻസ് കമ്പനികളോ ഒക്കെ അവരുടെ ആ ഒരു പോളിസിക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഹോസ്പിറ്റലിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു സംവിധാനം ഒരു അക്രഡിറ്റേഷൻ വഴി ഒരു ഹോസ്പിറ്റലിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെ ഹോസ്പിറ്റലിനെ ഫേമസ് ആ ഒരു റെപ്യൂട്ടേഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്, ക്വാളിറ്റി നല്ലതാണെന്ന് ആ ഒരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതിലൂടെ അവരെ ഈ ഒരു ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. Next, accreditation provides access to reliable and certified information on facilities, infrastructure and level of care. അതുപോലെ തന്നെ അക്രഡിറ്റേഷനിലൂടെ നമുക്കൊരു വളരെ വിശ്വസ്തത, ഒരു റിലയബിലിറ്റി, ഒരു വിശ്വസനീയമായിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓൺ ഫെസിലിറ്റി. നമുക്കൊരു അക്രഡിറ്റഡ് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ തരുന്ന സൗകര്യങ്ങളായിക്കോട്ടെ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, മറ്റ് ലെവൽ ഓഫ് കെയർ, അവരുടെ വൈദ്യപരിചരണമായിക്കോട്ടെ, എല്ലാം നല്ല ലെവലിലായിരിക്കും അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിലായിരിക്കും കീപ്പ് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു വിശ്വാസ്യത നമുക്ക് വർദ്ധിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അതിലൂടെ എംപാനൽമെന്റ് അല്ലെങ്കിൽ മിക്ക സ്ഥാപനങ്ങളും അവരുടെ നല്ല ഹോസ്പിറ്റൽസിനെ ലിസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തില് ഈ ഹോസ്പിറ്റലിലും ഒരു സ്ഥാനം ആ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാനും അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. അതാണ് എംപാനൽമെന്റ് എന്ന് പറയുന്നത്. അടുത്തത് മറ്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ accreditation also has many other benefits such as establishment of uniform policies, procedures and records, measurement of indicators of performance, management system and clinical system. നോക്കിയേ, അക്രഡിറ്റേഷൻ വഴി മറ്റു പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? such as establishment of ഒരു യൂണിഫോം പോളിസികളും പ്രൊസീജിയേഴ്സും. ഒരു ഹോസ്പിറ്റലിലെ എല്ലാ തരം സംവിധാനങ്ങളിലും അക്രഡിറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലെ എല്ലാ ഹോസ്പിറ്റൽസിലും ഒരു യൂണിഫോം പോളിസി ആയിരിക്കും നിലനിർത്താം. യൂണിഫോം ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും, റെക്കോർഡുകളായിരിക്കും. ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സിന്റെ അവിടുത്തെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിന്റെ മെഷർമെന്റുകൾ ഒരുപോലെ ആയിരിക്കും, മാനേജ്മെന്റ് സിസ്റ്റം ഒരുപോലെ ആയിരിക്കും, ക്ലിനിക്കൽ സിസ്റ്റം ഒരുപോലെ ആയിരിക്കും. അതിനെല്ലാം ഒരു യൂണിഫോമിറ്റി സ്ഥാപിക്കാനായിട്ട് അക്രഡിറ്റേഷൻ വഴി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റംസ് ആർ ഓൾസോ മോർ ട്രാൻസ്പെറന്റ് ആൻഡ് ഓപ്പൺ ടു ചേഞ്ച്. അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും കുറച്ചും കൂടി സുതാര്യമായിരിക്കും അല്ലെ, ട്രാൻസ്പെറന്റ് ആണ്. അതുപോലെ തന്നെ ഓപ്പൺ ടു ചേഞ്ച് ആണ്. ആവശ്യത്തിനനുസരിച്ച് ഇംപ്രൂവ്മെന്റുകളും വരുത്തുന്നില്ലേ? ഒരു ഫിക്സഡ് ആയിട്ടുള്ള രീതിയിലല്ലല്ലോ. ആവശ്യമാണ് അല്ലെങ്കിൽ മോശമായിട്ടുള്ള ക്വാളിറ്റിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ്മെന്റ്സ് വരുത്താനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അക്രഡിറ്റേഷൻ വഴി മറ്റു ബെനിഫിറ്റ്സ് എന്താണ്? അക്രഡിറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിൽ ഒരേ ലെവലിലുള്ള യൂണിഫോം പോളിസികളായിരിക്കും, പ്രൊസീജിയേഴ്സ് ആയിരിക്കും,
കോഡുകളായിരിക്കും, മെഷർ ഓഫ് ഇൻഡിക്കേറ്റേഴ്സിന്റെ മെഷർമെന്റും ഒരുപോലെ ആയിരിക്കും, മാനേജ്മെന്റ് സംവിധാനങ്ങള്, ക്ലിനിക്കൽ സിസ്റ്റം മുതലായവയൊക്കെ യൂണിഫോം ആയിരിക്കും. അതുപോലെ തന്നെ സിസ്റ്റംസ് എല്ലാം കുറച്ചുകൂടി ട്രാൻസ്പാരന്റ് ആയിരിക്കും. അതുപോലെ ഓപ്പൺ ടു ചേഞ്ച്, മാറ്റങ്ങൾക്ക് വിധേയവുമായിരിക്കും. അപ്പൊ ഇതാണ് ബാക്കി രണ്ട് ബെനിഫിറ്റ്സ്. അപ്പൊ എംപാനൽമെന്റ് പറഞ്ഞു, അതർ ബെനിഫിറ്റ്സ് പറഞ്ഞു. വേഗം ഒന്ന് രണ്ടും വായിച്ചു നോക്കാം കേട്ടോ. ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? എന്താണ് ചോദിച്ചപ്പോ റിപ്ലൈ ഇല്ലാത്ത? കുഴപ്പമൊന്നുമില്ല, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് കുറച്ച് എഫേർട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വായിച്ചു കഴിഞ്ഞോ? ശരി, ഓക്കെ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ, QCA കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. QCA അല്ലെങ്കിൽ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് വാസ് എസ്റ്റാബ്ലിഷ്. ഇതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ QCA യുടെ എക്സ്പാൻഡ് ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. വാസ് എസ്റ്റാബ്ലിഷ്ഡ് അപ്പൊ 1997, എസ്റ്റാബ്ലിഷ് ആയ വർഷം 1997 കേട്ടോ. 1997 jointly by the government of India and the Indian industry represented by the three premier industry association, that is Associated Chambers of Commerce and Industry of India, എന്താണ് അസോചം, അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI. അവിടെ വരെ നിൽക്കണ്ട കേട്ടോ, ഒരു വലിയ സെന്റൻസ് അത് ഒരുമിച്ച് പറയണ്ട, നമുക്ക് അവിടെ വരെ വെച്ചിട്ട് പറയാം. അപ്പൊ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ 1997 സ്ഥാപിതമാവുന്നത്. അത് രണ്ട് കൂട്ടരും കൂടി ജോയിൻ ചെയ്തത്, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഇൻഡസ്ട്രിയും കൂടി, ഇന്ത്യൻ വ്യവസായവും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടാണ് ഈ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്ഥാപിതമാക്കിയത്. അതില് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ റെപ്രസെന്റ് ചെയ്യുന്ന 3 അസോസിയേഷനുകൾ അല്ലെങ്കിൽ സംഘടനകളാണ് ഇതിലുള്ളത്. അതിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന 3 പ്രീമിയർ ഇൻഡസ്ട്രി അസോസിയേഷനുകളാണ് താഴെ പറയുന്നവ. ഇത് എന്താണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട, അതിന്റെ 3 പേരുകൾ പഠിക്കാം. അതിന്റെ എക്സ്പാൻഡ് ഫോം ഇതാണ് എപ്പോഴും ചോദിക്കാറ് കേട്ടോ. അതിൽ കൂടുതൽ എക്സ്പാൻഡ് ഫോം ചോദിക്കുന്നത് ഫസ്റ്റ് വൺ ആണ്. നോക്കിയേ, അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അസോചം. അതിന്റെ എക്സ്പാൻഡ് ഫോമിലും ഷോർട്ട് ഫോമിലും വ്യത്യാസമുണ്ട്. സാധാരണ നമ്മൾ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും എങ്ങനെ എഴുതാം? ഓരോ മെയിൻ സെന്റൻസുകൾ വരുന്ന മെയിനിന്റെ ആ ക്യാപിറ്റൽ ലെറ്റേഴ്സ്, ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ടല്ലേ നമ്മൾ ഷോർട്ട് ഫോം സാധാരണ നമ്മൾ ചെയ്യാറ് അല്ലെ. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ QCI, ക്വാളിറ്റി കൗൺസിലിന്റെ C, ഇന്ത്യയുടെ I, അങ്ങനെയല്ലേ നമ്മൾ എടുക്കുക. പക്ഷേ ഈ അസോചം എന്ന് പറയുന്ന അല്ലെങ്കിൽ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഷോർട്ട് ഫോമിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം ഈ അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യയുടെ എക്സ്പാൻഡ് ഫോം ചോദിക്കാം, ഷോർട്ട് ഫോമും ചോദിക്കാം. അപ്പോ രണ്ടിലും നോക്കിയേ തെറ്റാനുള്ള സാധ്യത കൂടുതലല്ലേ. സാധാരണയുള്ള ഇതിന്റെ ഷോർട്ട് ഫോം ചോദിച്ചെങ്കിൽ സാധാരണ ഇപ്പൊ ഇത് പഠിക്കാത്ത അല്ലെങ്കിൽ അധികം ശ്രദ്ധ കൊടുക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വഴി വരുന്ന ഷോർട്ട് ഫോം ആയിരിക്കും ചൂസ് ചെയ്യാം അല്ലേ. എന്നാലോചിച്ച് നിങ്ങൾ അധികം ഈ ഭാഗം പഠിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഷോർട്ട് ഫോം ചോദിക്കുമ്പോൾ ആരും ചൂസ് ചെയ്യുന്നത് അതിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ആയിരിക്കും അല്ലെ. പക്ഷേ അവിടെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ എക്സ്പാൻഡ് ഫോം അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിങ്ങൾ ഇതിനിടയിലായതുകൊണ്ട് വിട്ടു പോകരുത്, ചോദിക്കാറുണ്ട്. എപ്പോഴും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, അസോചം കേട്ടോ. അതുപോലെ തന്നെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII, ഇതങ്ങനെ സാധാരണയായിട്ട് ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ ജസ്റ്റ് ആ എക്സ്പാൻഡ് ഫോം മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്താണ് FICCI. ഇത് രണ്ടും അങ്ങനെ സാധാരണ ചോദിച്ചു കണ്ടിട്ടില്ല, അത് അസോചമാണ് എപ്പോഴും ചോദിച്ചു കാണാറ്. അപ്പൊ ഈ 3 നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന ഈ 3 അസോസിയേഷൻസും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടി
ജോയിൻ ചെയ്തുകൊണ്ട് 1997 സ്ഥാപിതമാക്കിയ സ്ഥാപനമാണ് ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? QCA വർഷവും അത് ആരൊക്കെ ജോയിൻ ചെയ്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ അതിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിക്കുന്ന 3 അസോസിയേഷൻസ് ആണ് വരുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്. അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ക്ലിയർ അല്ലേ? അതിന് എക്സ്പാൻഡ് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ പോകണ്ട, ജസ്റ്റ് അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് national accreditation structure and promote quality through national quality campaign. എന്തായിരിക്കും? അപ്പൊ ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ എന്തിനാണ് സ്ഥാപിതമായത്? ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര രീതിയിൽ ഒരു അക്രഡിറ്റേഷൻ ഘടന രൂപീകരിക്കാൻ, സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനും വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രൊമോട്ട് ക്വാളിറ്റി, ഗുണനിലവാരത്തെ പ്രോത്സാഹിപ്പിക്കുക. എന്തിലൂടെ? നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ. നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകളിലൂടെ നമ്മുടെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ സപ്ലയേഴ്സ്, നമ്മുടെ കൺസ്യൂമേഴ്സിനെ മുതലായ പുതിയ കോൺസെപ്റ്റുകൾ, ക്വാളിറ്റിയെ കുറിച്ചുള്ള പുതിയ കോൺസെപ്റ്റുകളെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക, ക്വാളിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക. അതിലൂടെ നല്ല നല്ല എന്താണ് പ്രൊഡക്റ്റുകൾ, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ കിട്ടുക. അതേസമയം തന്നെ അവിടുത്തെ കൺസ്യൂമേഴ്സിന് അതിനെ കുറിച്ചൊരു അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് കൊടുക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ എയിം ചെയ്തുകൊണ്ടാണ് ഈ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് QCയും നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ നമ്മുടെ ക്വാളിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാഷണൽ ലെവലില് ഒരു അന്താരാഷ്ട്ര നിലവാരത്തില് അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു ഘടന രൂപീകരിക്കുകയും അത് സ്ഥാപിക്കുകയും അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? മനസ്സിലായോ എന്താണ് QCA എന്നുള്ളത്? ഇനി QCയുടെ ഉള്ളില് QCA എന്ന് പറയുന്ന സ്ഥാപനത്തിന് കീഴില് 5 അക്രഡിറ്റേഷൻ ബോഡീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും ട്ടോ. നോക്കിയേ, QCA is registered as not for profit society with its own memorandum of associations and the rules then and regulations. QCA ഒരു നോൺ പ്രോഫിറ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ലാഭേച്ഛയില്ലാത്ത, ലാഭമില്ലാത്ത അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് സൊസൈറ്റി ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള എന്താണ് മെമ്മോറാണ്ടവും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരിക്കും. Then the Department of Industrial Policy and Promotion, Ministry of Commerce and Industry is the nodal ministry for QCA. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, എന്താ വാണിജ്യ വ്യവസായ അല്ലെ, നമ്മുടെ എന്താണ് വാണിജ്യ വ്യവസായ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മേഖല അല്ലെങ്കിൽ ആ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഏത് ഡിപ്പാർട്ട്മെന്റ്? ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ QCയുടെ നോഡൽ മിനിസ്ട്രി അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയം എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്രധാനമായിട്ടും നോക്കുന്നത്. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് QCയുടെ നോഡൽ മിനിസ്ട്രി ആയിട്ട് പറയുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ. കേട്ടോ, മനസ്സിലാവുന്നില്ലേ? പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നമ്മുടെ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഇതിന് കീഴിൽ വരുന്ന ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് QCയുടെ നോഡൽ മിനിസ്ട്രി അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയമായിട്ട് പ്രവർത്തിക്കുന്നത്. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. Then അടുത്തത് accreditation facilitate international trade by way of establishing equivalence and global acceptance of certification, inspection and testing being undertaken by various conformity assessment bodies in areas of quality, environment, food safety, etc. ഇപ്പൊ ഇവിടെ ഈ ഒരു ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴില് അക്രഡിറ്റേഷൻ എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? ഇന്റർനാഷണൽ ട്രേഡ്, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വ്യവസായം അല്ലെങ്കിൽ വ്യാപാരം, അതുപോലെ തന്നെ വേ ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇക്വലൻസ്, ഒരു തുല്യത, അതുപോലെ തന്നെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്വീകാര്യത. ഇതില് സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു അന്താരാഷ്ട്ര സ്വീകാര്യത കിട്ടുന്നുണ്ട്, ഒരു തുല്യത കിട്ടുന്നുണ്ട്, നല്ല രീതിയിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പരിശോധനകളും ടെസ്റ്റുകളും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് QCയുടെ കീഴിലുള്ള അക്രഡിറ്റേഷൻ ബോർഡുകൾ അക്രഡിറ്റേഷൻ സ്ഥാപനത്തിന് പ്രൊവൈഡ് ചെയ്യുന്നത്.
അപ്പൊ അവരങ്ങനെ ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ അത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ തന്നെ ഒരു തുല്യതയും അതുപോലെ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്വീകാര്യതയും ഈ ഒരു സർട്ടിഫിക്കേഷനും ഇൻസ്പെക്ഷനും ടെസ്റ്റിങ്ങിനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എന്തൊക്കെ പ്രധാനമായിട്ടും അത് പല വേരിയസ് ആയിട്ടുള്ള അസസ്മെന്റ് കൺഫോമിറ്റി അസസ്മെന്റ് ബോഡികളുടെ ഇവരുടെ കീഴിലുള്ള പല അസസ്മെന്റ് ബോഡികളിലൂടെയാണ് അവർ ആ ഒരു ഇൻസ്പെക്ഷൻസ് ആയിക്കോട്ടെ ടെസ്റ്റിംഗ് ആയിക്കോട്ടെ സർട്ടിഫിക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. QC നേരിട്ടല്ല, അവരുടെ കീഴിൽ ഒരു 5 അസസ്മെന്റ് ബോഡി നമ്മൾ പഠിക്കുന്നുണ്ട്. അവരിലൂടെയാണ് നമ്മൾ ഓരോ മേഖലയില് അത് ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് കൊടുക്കാം, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഇതുപോലെയുള്ള എല്ലാ മിക്ക ഏരിയാസിനെയും കവർ ചെയ്തുകൊണ്ടുള്ള അക്രഡിറ്റേഷൻ അസസ്മെന്റ് ബോഡികൾ വരികയും അവർ പരിശോധന നടത്തുകയും ടെസ്റ്റുകൾ നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനൊരു ഗ്ലോബൽ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള അന്താരാഷ്ട്ര സ്വീകാര്യതയും ഇതിൽ വഴി കിട്ടുന്നുണ്ട്. Then the National Quality Campaign aim at promoting quality by enabling manufacturers and suppliers of goods or services to apply quality standards and tools and at the same time empowering consumers to demand quality goods or service. ഇവിടെ പറയുന്നത് നമ്മൾ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റി ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നു പറഞ്ഞല്ലോ. ഇതിന്റെ പ്രധാന എയിം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ക്വാളിറ്റിയിലെ ഗുണനിലവാരം പ്രോത്സാഹിപ്പിക്കാനുള്ളതാണ്. by enabling manufacturers ഇതുണ്ടാക്കുന്ന നിർമ്മാണം ചെയ്യുന്ന മാനുഫാക്ചേഴ്സിനും സപ്ലയേഴ്സിനെ കൊണ്ടും ഗുഡ്സ് ആൻഡ് സർവീസുകളെ കുറിച്ച് അവിടെ എന്ത് അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നത് കൃത്യമായ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളും ടൂൾസും അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കണം അത് നിർമ്മിക്കേണ്ടതും വിതരണം ചെയ്യേണ്ടതും എന്ന് ഇതിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എംപവറിംഗ് കൺസ്യൂമേഴ്സ് ഇത് സ്വീകരിക്കുന്ന ആ സ്വീകർത്താക്കളുണ്ടല്ലോ ഉപഭോക്താക്കൾ അവരെ എന്തിനെ എംപവർ ചെയ്യുന്നു എന്തിനു പ്രോത്സാഹിപ്പിക്കുന്നു ടു ഡിമാൻഡ് ക്വാളിറ്റി ഗുഡ്സ് ഓർ സർവീസസ് ക്വാളിറ്റിയുള്ള സാധനങ്ങളോ സേവനങ്ങളോ ഡിമാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ആവശ്യപ്പെടാനായിട്ട് ഇവരെ എന്ത് ചെയ്യുന്നു എന്താണ് എംപവർ ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ് ഇവർക്ക് നൽകുന്നു. അപ്പൊ രണ്ടു കൂട്ടർക്കും ഇത് ബെനിഫിറ്റ് ആണ്. അതായത് ക്വാളിറ്റിയുമായി ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന. അപ്പൊ അതിലൂടെ മാനുഫാക്ചേഴ്സിനും സപ്ലയേഴ്സിനോടും എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അവര് ഗുഡ്സും സർവീസുകളോ എന്താണ് നിർമ്മിക്കുമ്പോ അതിൽ നല്ല കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുക ടൂൾസ് അപ്ലൈ ചെയ്യുക അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റോ സർവീസുകളോ ആണ് മാനുഫാക്ചർ ചെയ്യേണ്ടതും വിതരണം ചെയ്യേണ്ടതും എന്നാണ് അവരോട് പറയുന്നത്. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് എന്താ പറഞ്ഞു കൊടുക്കുന്നത് ബെസ്റ്റ് നല്ല ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസുകൾ ഡിമാൻഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാനായിട്ട് ഉപഭോക്താക്കളെ എന്ത് ചെയ്യുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ട്. Then the promotion of quality encompasses all segments comprising manufacturing, health, education and public services. അപ്പൊ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ എല്ലാ വിഭാഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അത് മാനുഫാക്ചറിങ് മുതൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ആയിക്കോട്ടെ പബ്ലിക് സർവീസുകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ വിഭാഗവും ഉൾപ്പെടുന്ന രീതിയിൽ ഇവയുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി എല്ലാം ഈ ഒരു നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിനുള്ളിൽ നമ്മൾ QC വഴി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ QCയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അത് ഏത് വർഷമാണ് സ്ഥാപിതമായത് 1997 സ്ഥാപിതമായി ജോയിൻലി ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ഇൻഡസ്ട്രിയിലെ 3 പ്രമുഖ അസോസിയേഷൻസ് ഏതൊക്കെയായിരുന്നു അസോസിയേറ്റ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഓഫ് ഇന്ത്യ അസോഷം അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ആൻഡ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി FICCI ഇവ മൂന്നും കൂടി ചേർന്നുകൊണ്ടാണ് നമ്മുടെ 1997 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ QCയെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി QC പ്രധാനമായിട്ടും ടു എസ്റ്റാബ്ലിഷ് ആൻഡ് ഓപ്പറേറ്റ് നാഷണൽ അക്രഡിറ്റേഷൻ സ്ട്രക്ചർ ആൻഡ് പ്രൊമോട്ട് ക്വാളിറ്റി ത്രൂ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ QC പ്രധാനമായിട്ടും സ്ഥാപിതമായത് എന്തിനു വേണ്ടിയാണ് ഒരു നാഷണൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ അല്ലെങ്കിൽ ഒരു ദേശീയ നിലവാരത്തിൽ ഒരു അക്രഡിറ്റേഷൻ ഘടന സ്ഥാപിക്കുക അത് പ്രവർത്തിപ്പിക്കുക അതുപോലെ തന്നെ നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഒരു QCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. QC എന്ന് പറഞ്ഞാൽ ഇസ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് സൊസൈറ്റി ആയിട്ട് അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള മെമ്മോറാണ്ടവും റൂൾസും റെഗുലേഷൻസും എല്ലാം ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ നോഡൽ മിനിസ്ട്രി QCയുടെ നോഡൽ മിനിസ്ട്രി ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്
മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിലുള്ള ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് പ്രൊമോഷൻ ആണ് ക്യൂസിയുടെ നോഡൽ മിനിസ്ട്രി അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയം എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്യൂസിയുടെ കീഴിലെ കുറെ അക്രഡിറ്റേഷൻ ബോർഡുകളുണ്ട്. അത്തരത്തിലുള്ള കൺഫർമിറ്റി അസസ്മെന്റ് ബോർഡുകള് വിലയിരുത്തുന്ന, പരിശോധിക്കുന്നുണ്ട്, ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിന് ഒരു ഗ്ലോബൽ അക്സെപ്റ്റൻസും അതുപോലെ തന്നെ ഒരു ഇക്വാലൻസും നമുക്ക് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇവരുടെ അക്രഡിറ്റേഷൻ വഴി സാധിക്കുന്നുണ്ട്. ഏതൊക്കെ ഏരിയാസിലാണ് ക്വാളിറ്റി, എൻവയോൺമെന്റ്, ഫുഡ് സർവീസ്, സേഫ്റ്റി മുതലായ എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അക്രഡിറ്റേഷൻ സംവിധാനമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് എന്താണ്? പ്രൊമോട്ടിംഗ് ക്വാളിറ്റി അല്ലെ, ഗുണനിലവാരം പ്രോത്സാഹിപ്പിക്കുക. അതിന് മാനുഫാക്ചേഴ്സിനും സപ്ലയേഴ്സിനോടും എന്ത് ഗുണനിലവാരം അവർ പ്രോത്സാഹിപ്പിക്കേണ്ടത്? അവരത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡുകൾ അപ്ലൈ ചെയ്യുക, കൃത്യമായിട്ടുള്ള ടൂളുകൾ ഉപയോഗിക്കുക. അതിനനുസരിച്ച് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളും ആയിരിക്കണം വിതരണം ചെയ്യേണ്ടത് എന്നാണ്. എന്നാൽ കൺസ്യൂമേഴ്സിന് എന്താണ്? ടു ഡിമാൻഡ് ക്വാളിറ്റി ഗുഡ്സ് ഓർ സർവീസസ്, ഗുണനിലവാരമുള്ള സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടുന്നതിന് വേണ്ടി ഇവരെ എന്ത് ചെയ്യുന്നു? എംപവർ ചെയ്യുന്നു അല്ലെങ്കിൽ ശാക്തീകരിക്കുന്നു. ദെൻ ഈ ഒരു പ്രൊമോട്ട് ചെയ്യാൻ, ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു എന്താണ്, മാനുഫാക്ചറിങ് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വാളിറ്റി, പബ്ലിക് സർവീസുകളുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി, മാനുഫാക്ചറിംഗുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി, അങ്ങനെയുള്ള എല്ലാ വിഭാഗവും ഈ ഒരു ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ ആണോ? വേഗം ഒന്ന് ആ ക്യൂസി വായിച്ചു നോക്കി. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോട്ട് ചെയ്യാനും പറഞ്ഞിരുന്നു. ആ ഒരു നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിൻ എയിം സെറ്റ് എന്ന് പറഞ്ഞില്ലേ, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് വായിച്ച് ചെയ്യുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. വായിച്ചു കഴിഞ്ഞോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ, ശരി. സോ ഇനി നമ്മള് ക്യൂസിയുമായി ബന്ധപ്പെട്ട ബോർഡിനെ കുറിച്ചും അതിനുള്ളിൽ വരുന്ന പ്രധാനപ്പെട്ട 5 മെയിൻ അക്രഡിറ്റേഷൻ ബോർഡുകളെ കുറിച്ചാണ് കേട്ടോ പഠിക്കുന്നത്. 38 മെമ്പർ എന്ന് മതി, മെമ്പർ എന്ന് വേണ്ട. 38 മെമ്പർ കൗൺസിൽ ഗവേൺസ് ക്യൂസി. ആ മെമ്പറിന്റെ എണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്രയാണ്? ഒരു 38 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കൗൺസിലാണ് ക്യൂസിയെ ഭരിക്കുന്നത്. വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ formulating strategy, general policies and monitoring various components including the accreditation board. Accreditation ബോർഡുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ രൂപീകരിക്കുക, ജനറൽ ആയിട്ടുള്ള പോളിസികൾ, പൊതുവായ നയങ്ങൾ രൂപീകരിക്കുക, അതുപോലെ തന്നെ various components including the accreditation board. accreditation ബോർഡുകളുമായി ബന്ധപ്പെട്ട വിവിധ കമ്പോണന്റുകളെ നിരീക്ഷിക്കുക മുതലായവയാണ് പ്രധാനമായിട്ടും ഈ ഒരു 38 മെമ്പർ കൗൺസിലിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. And the council ensures transparency and credibility amongst the entire system.
അതുപോലെ തന്നെ ഈ ഒരു ബോർഡുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു ക്യൂസിയുമായി ബന്ധപ്പെട്ട മുഴുവൻ സംവിധാനങ്ങളിലും ഒരു സുതാര്യതയും അതുപോലെ തന്നെ ഒരു വിശ്വസ്തതയും ഒക്കെ ഉറപ്പുവരുത്തുന്നതും ഈ കൗൺസിലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ ഇത്ര അംഗങ്ങൾ അടങ്ങുന്ന കൗൺസിലാണ്, 38 മെമ്പേഴ്സ് അടങ്ങുന്ന കൗൺസിലാണ് ക്യൂസിയെ ഭരിക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, 38 എന്നുള്ള നമ്പർ മറന്നു പോകരുത്. 38 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കൗൺസിലാണ് ക്യൂസിയെ ഭരിക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തം കൗൺസിലിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് പറയുന്നത് ഫോർ ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജി, general policies and monitoring various components including the accreditation board. എന്താണ് അക്രഡിറ്റേഷൻ ബോർഡുമായി ബന്ധപ്പെട്ട വിവിധ ഘടകങ്ങളെ നിരീക്ഷിക്കുന്നു, അതുപോലെ പൊതുവായ പോളിസികളും തന്ത്രങ്ങളും രൂപീകരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ക്യൂസിയെ നൽകുന്ന മുഴുവൻ സംവിധാനങ്ങളുടെയും ഒരു സുതാര്യതയും ഒരു വിശ്വസ്തതയും എപ്പോഴും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് ഈ കൗൺസിലിന്റെ ഉത്തരവാദിത്വമാണ്. ഇനി QC functions through 5 main accreditation body. QC 5 പ്രധാനപ്പെട്ട അക്രഡിറ്റേഷൻ ബോർഡുകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ പ്രധാനപ്പെട്ട 5 അക്രഡിറ്റേഷൻ ബോഡീസ് ആണ് കേട്ടോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡി. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും ഇത് 5 എണ്ണത്തിന്റെയും എക്സ്പാൻഡ് ഫോംസും ഷോർട്ട് ഫോംസും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അപ്പൊ അതിലെല്ലാത്തിലും ഓരോന്നിന്റെയും എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും കൊടുക്കുന്നുണ്ട്. ആ 5 എണ്ണം ഏതൊക്കെയാന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും അതിന്റെ ഷോർട്ട് ഫോംസും പഠിച്ചു വെക്കണം കേട്ടോ. ഈ ഭാഗത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കളയുകയും ചെയ്യരുത് കേട്ടോ. അതിന്റെ ഷോർട്ട് ഫോംസും ഇതിലേതെങ്കിലും ഈ 5 എണ്ണത്തിൽ ഏതെങ്കിലും ഒക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഷോർട്ട് ഫോംസോ എക്സ്പാൻഡ് ഫോംസോ ചോദിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ബോർഡാണ്, ഇത് ഏത് അക്രഡിറ്റേഷൻ ബോർഡ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഏത് സെക്ഷന് അക്രഡിറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന രീതിയിലും ചോദിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഭാഗത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നിർബന്ധമായിട്ടും ആ 5 എണ്ണത്തിനെ എന്താണ് ഷോർട്ട് ഫോംസും അതുപോലെ തന്നെ എക്സ്പാൻഡ് ഫോമും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്താണ് ഓരോ സെക്ഷനിൽ മാറി മാറിയായിരിക്കും, പക്ഷെ ഈ 5 എണ്ണത്തിൽ തന്നെ മാറി മാറിയാണ് കാണാറ് കേട്ടോ. അപ്പൊ നോക്കിയേ, നാഷണൽ ഫസ്റ്റ് വൺ ആണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡി, അതായത് NABCB. NABCB എന്നോ അല്ലെങ്കിൽ NABCB എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്നത് ഏതാണോ ആ ഒരു കോഡ് ഇട്ട് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. NABCB എന്ന് പറയാം അല്ലെങ്കിൽ NABCB എന്ന് പറയാം കേട്ടോ. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ്. നോക്കിയേ, ദ ബോർഡ് കൺഫേഴ്സ് അക്രഡിറ്റേഷൻ ടു ന്യൂമറസ് സർട്ടിഫിക്കേഷൻ ബോഡി. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് സർട്ടിഫിക്കേഷൻ ബോഡികളുണ്ട് ഇല്ലേ? ഇപ്പൊ നാബ് മാത്രമല്ല, അല്ലാതെ മറ്റു മേഖലകളിലേക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഒരുപാട് സർട്ടിഫിക്കേഷൻ ബോഡീസ് ഉണ്ട് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ന്യൂമറസ് വിവിധ സർട്ടിഫിക്കേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ബോർഡാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ്. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ, കണക്ട് ചെയ്തൂടെ? ആ മെയിൻ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വെക്കാലോ. അങ്ങനെ കണക്ട് ചെയ്താലും മതി കേട്ടോ. ചിലർക്ക് ചിലപ്പോൾ എല്ലാം ബൈഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കോഡ് ഉപയോഗിച്ചു അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ ഒന്ന് നോക്കി, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോർഡ്. അപ്പോ ന്യൂമറസ് സർട്ടിഫിക്കേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്ന ഒരു ബോർഡാണ് ഇത് എന്ന് ഓർത്തു വെക്കാൻ പറ്റില്ലേ? പറ്റുമോ? മറന്നുപോയത് ആ പേരിൽ തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. നാഷണൽ സർട്ടിഫിക്കേഷൻ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ് എന്ന് പറയുമ്പോൾ ന്യൂമറസ് സർട്ടിഫിക്കേഷൻ ബോഡികൾ, നിരവധി സർട്ടിഫിക്കേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ നൽകുന്നതിനുള്ള ഒരു ബോർഡാണ്, QCയുടെ കീഴിൽ വരുന്ന ഒരു ബോർഡാണ് എന്ത് NABCB അല്ലെങ്കിൽ NABCB എന്ന് പറയുന്നത്. It follows the ISO 17011 guidelines for accreditation. അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് അവർ ISOന്റെ ഗൈഡ് ലൈൻ, അതായത് 17011 ഗൈഡ് ലൈൻസ് ആണ് അക്രഡിറ്റേഷന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ISOയുടെ ഈ ഗൈഡ് ലൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ ഇത് പ്രധാനമായിട്ടും ഔട്ട്ലൈൻ ചെയ്യുന്നത് ഒരു അക്രഡിറ്റേഷൻ ബോഡിക്ക് വേണ്ട റിക്വയർമെന്റ്സ്, ആവശ്യകത എന്തൊക്കെയാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു അക്രഡിറ്റേഷൻ ബോഡി, ഇപ്പൊ ഒരു നാബോ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാം ജസ്റ്റ് നമുക്ക് പറയാം ഏതെങ്കിലും ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു അക്രഡിറ്റേഷൻ ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഇല്ലേ? എല്ലാ ബോഡികൾക്കും അവരൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കണമെങ്കിൽ അവർക്ക് റിക്വയർമെന്റ്സ് കുറെ ആവശ്യമാണ്. ശരിയല്ലേ? അല്ലേ?
ഒരു സർട്ടിഫിക്കേഷൻ ബോഡി വന്നു കഴിയുമ്പോൾ അവർക്ക് കുറെ ആവശ്യകതകൾ ഉണ്ടാവണം. അവർ അക്രഡിറ്റഡ് ആവുമ്പോഴാണ് അവർക്ക് സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തില് ഓരോ അക്രഡിറ്റേഷൻ ബോഡികൾക്കും എന്തൊക്കെ റിക്വയർമെന്റ്സ് വേണം, അതിനെ പ്രധാനമായിട്ടും ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് ഈ ISOന്റെ ഈ ഒരു ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. ഇതിലൂടെ അക്രഡിറ്റേഷൻ ബോഡികൾക്ക് എല്ലാവർക്കും വേൾഡ് വൈഡ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ഒരു സെയിം സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക, സെയിം നിലവാരം കൊണ്ടുവരിക, ഒരു ഇക്വാലൻസി ഉറപ്പുവരുത്തുക എന്നതാണ് പ്രധാനമായിട്ടും ഈ ഗൈഡ് ലൈൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്ന എല്ലാ ബോഡീസും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ആ ഒരു ഇക്വലൻസിയും മറ്റു കാര്യങ്ങൾ ആ റിക്വയർമെന്റ്സ് ഒക്കെ നിലനിർത്തുക എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ISOന്റെ ഈ ഗൈഡ് ലൈൻ ആണ് അക്രഡിറ്റേഷന് വേണ്ടി ഈ ബോർഡ് പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത്. അതിലൂടെ വേൾഡ് വൈഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ അക്രഡിറ്റേഷൻ ബോഡികൾക്കും ആ ഒരു സെയിം സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യാനായിട്ടുള്ള രീതിയിലേക്ക് സെയിം റിക്വയർമെന്റ്സും ഒക്കെ ആയിരിക്കും ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലൂടെ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുന്നത്. Then as per the appropriate international criterion, NACCB or NACCB is a part of the international structure of certification and inspection body. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി as per appropriate ഒരു അന്താരാഷ്ട്ര ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രകാരം NACCB അല്ലെങ്കിൽ NABCB എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ സ്ട്രക്ചർ ഓഫ് സർട്ടിഫിക്കേഷന്റെ ഭാഗമാണ് ആൻഡ് ഇൻസ്പെക്ഷൻ ബോഡി. ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള സർട്ടിഫിക്കേഷന്റെയും അതുപോലെ ഇൻസ്പെക്ഷൻ ബോഡിയുടെയൊക്കെ ഒരു ഭാഗമായിട്ട് വന്നവയാണ് ഈ NACCB അല്ലെങ്കിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എന്താണ് സർട്ടിഫിക്കേഷൻ ബോഡി എന്ന് പറയുന്നത്. The board identifies the requirements for the competence of the bodies executing inspection. Additionally, it ensures neutral and steady activities of inspection. ഇവിടെ ഈ ബോർഡ് പ്രധാനമായിട്ടും ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിക്വയർമെന്റ്സ് ആണ് for the competence of the bodies executing inspection. ഈ ഇൻസ്പെക്ഷൻസ് അല്ലെങ്കിൽ പരിശോധന നടത്തുന്ന ബോഡികളുടെ യോഗ്യതയ്ക്കുള്ള ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഇത്തരം ഇൻസ്പെക്ഷൻ നടത്തുന്ന ബോഡികൾക്ക് കുറെ ആവശ്യകതകളുണ്ട് അല്ലെ. അവര് യോഗ്യരാവണമെങ്കിൽ അവർക്ക് കുറെ റിക്വയർമെന്റ്സ് ഉണ്ടല്ലോ ഇല്ലേ? അതാണ് പ്രധാനമായിട്ടും ഈ ബോർഡ് ഐഡന്റിഫൈ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ബോർഡ് പ്രധാനപ്പെട്ട നമുക്ക് ഒരുപാട് അക്രഡിറ്റേഷൻ നൽകുന്ന ബോഡികളുണ്ട്. അതിന് കുറെ യോഗ്യതകൾ വേണമല്ലോ, വേണ്ടേ? എന്നാ മാത്രമല്ലേ അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തില് ആ പരിശോധന നടത്തുന്ന അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ നടത്തി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന അക്രഡിറ്റേഷൻ ബോഡികൾക്ക് എന്തൊക്കെ യോഗ്യതകൾ വേണം, ആ യോഗ്യതകളുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടാവണം, അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, യോഗ്യത വരാനായിട്ടുള്ള റിക്വയർമെന്റ്സ് അവർക്ക് എന്തൊക്കെയുണ്ട്, അതിനെ കുറിച്ച് പരിശോധിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതാണ് ഈ ബോർഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ അഡീഷണലി ഇറ്റ് എൻഷുവേഴ്സ് ന്യൂട്രൽ ആൻഡ് സ്റ്റഡി ആക്ടിവിറ്റീസ് ഓഫ് ഇൻസ്പെക്ഷൻ. അതുപോലെ തന്നെ വളരെ പരിശോധനയാണെങ്കിലും വളരെ നിഷ്പക്ഷവും സ്ഥിരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയുള്ള ഇൻസ്പെക്ഷൻസും പരിശോധനകളും കാര്യങ്ങളൊക്കെ ഇത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോഡി നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കുക. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡീസ് എന്ന് പറയുന്നത് നിരവധി സർട്ടിഫിക്കേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ഒരു ബോർഡാണ്. അത് മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് അവര് ഫോളോ ചെയ്യുന്ന, ഇവർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഫോളോ ചെയ്യുന്ന ISOന്റെ ഗൈഡ് ലൈൻ ആണ് 17011 ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണോ? അപ്പൊ ഇതിലൂടെ അവർ ഇത്ര മാത്രമാണ് ചെയ്യുന്നത്. അതായത് ഇത്തരം പരിശോധന നടത്തി അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോഡികളുണ്ടല്ലോ, ബോഡിയുണ്ട്, അതിന്റെ കുറെ യോഗ്യതകൾ വേണ്ടേ? അതിനൊരു യോഗ്യത വേണ്ടേ? വേണം അല്ലെ? അപ്പൊ അതിന്റെ ആ ഒരു യോഗ്യതയ്ക്കനുസരിച്ച് അവർക്ക് എന്തൊക്കെ, ആ യോഗ്യതയിലേക്ക് അവരെത്തണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെന്റ്സ് അവർക്ക് ആവശ്യമാണ്, അതാണ് ഈ ഒരു ബോർഡ് പ്രധാനമായിട്ടും നോക്കുന്നത്. മനസ്സിലായോ? ആ യോഗ്യതയിലേക്ക് ഈ ഒരു ബോർഡ് എത്തിയിട്ടുണ്ടോ എങ്കിൽ മാത്രമല്ലേ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അവരാദ്യം യോഗ്യതയിലേക്ക് എത്തണം, ശരിയല്ലേ? അപ്പൊ അത്തരത്തിൽ ആ ഒരു ബോർഡ് യോഗ്യതയിലേക്ക് എത്തിയിട്ടുണ്ടോ, ആ പറഞ്ഞിരിക്കുന്ന എല്ലാ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള എല്ലാ റിക്വയർമെന്റ്സും ഈ ഒരു ബോഡിക്ക് ഉണ്ടോ എന്നാണ് ഇവര് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്നത്. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അത് ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓരോ ഭാഗവും ഒന്ന് ക്ലിയർ ആയി പോയില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തയിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് മിസ് പിന്നെയും ചോദിക്കുന്നത്.
ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എന്താണെന്നുള്ളത് ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു എന്താണ് ആ കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ എഴുതാൻ പറ്റും. ഈ 5 എണ്ണവും പഠിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകും. വ്യക്തമായിട്ട് പഠിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കൺഫ്യൂഷൻ വരാം. കാരണം ഒരുമിച്ച് നമ്മൾ 5 എണ്ണവും പഠിക്കുന്നേ അല്ലേ? അപ്പൊ അത് കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് കോൺസെപ്റ്റ് ഒന്ന് എടുത്തു വെച്ചാൽ ക്ലിയർ ആയിരിക്കും. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ പഠിച്ചാൽ മതി. അക്രഡിറ്റേഷൻ ബോഡികൾക്ക് ന്യൂമറസ് സർട്ടിഫിക്കേഷൻ ബോഡികൾക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ബോർഡാണ്. ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ ബോഡികൾ പ്രവർത്തിക്കുമ്പോൾ അവർക്കൊരു മിനിമം ക്വാളിറ്റി അല്ലെങ്കിൽ യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെ? ആ യോഗ്യതയ്ക്ക് ആവശ്യമായ റിക്വയർമെന്റ്സ് എല്ലാം അവർ നിലനിർത്തുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് പ്രകാരം കൃത്യമായിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള റിക്വയർമെന്റ്സ് ഇവർക്കുണ്ടോ എന്ന് പരിശോധിക്കുകയും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ബോർഡാണ് ഏത് NABCB എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു യോഗ്യത അവർക്കുണ്ട് എങ്കിൽ ആ പ്രകാരം ഈ ഒരു ബോർഡ് അവർക്ക് എന്ത് ചെയ്യും? അക്രഡിറ്റേഷൻ നൽകും. അതിനുശേഷം ആ ഒരു അക്രഡിറ്റേഷനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവരുടെ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ ഓക്കെ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തത് ഇത് എളുപ്പമായിരിക്കും. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, NABET. നോക്കിയേ, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ആ പേരുകളിൽ നിന്ന് കണക്ട് ചെയ്യാൻ പഠിക്കണേ. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇത് പ്രധാനമായിട്ടും ഏത് മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും? ഏത് മേഖലയുമായി ബന്ധപ്പെട്ടായിരിക്കും? സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടോ. അതായത് എല്ലാ സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല, പ്രധാനമായിട്ട് ഇവിടെ എടുത്തു പറയുന്നുണ്ട്. നോക്കിയേ, NABET ഈസ് റെസ്പോൺസിബിൾ ഫോർ ഗ്രാൻഡിങ് അക്രഡിറ്റേഷൻ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. മറ്റേതിൽ ഫസ്റ്റ് സെന്റൻസിലെ the board confers accreditation to numerous certification body. അതുപോലെ തന്നെ സെക്കൻഡ് സെന്റൻസ്, ആ രണ്ട് സെന്റൻസും ആദ്യത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതാണ് രണ്ടെണ്ണമാണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത്. സെക്കൻഡ് വണ്ണില് ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. NABET is responsible for granting accreditation to schools and institutes, providing vocational training and recognizing their competence and capability in education. അപ്പൊ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ എന്താണ് വൊക്കേഷണൽ ട്രെയിനിങ്? സ്കൂൾസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൊക്കേഷണൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? വൊക്കേഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചവരുണ്ടോ ഇതില്? എന്തായിരിക്കും? തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പരിശീലനമാണ് അല്ലെ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും പർട്ടിക്കുലർ തൊഴിലിന് അധിഷ്ഠിതമായിട്ടുള്ള ഒരു പരിശീലനം നൽകിക്കൊണ്ടാണ് അവർക്ക് കൊടുക്കുക അല്ലെ? എഡ്യൂക്കേഷനോടൊപ്പം തന്നെ സ്കൂൾസിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വൊക്കേഷണൽ കോഴ്സുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പരിശീലനം നൽകുന്ന സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? അക്രഡിറ്റേഷൻ ഗ്രാന്റ് ചെയ്യുന്ന അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ബോർഡാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? NABET. ആ ഒരു പേരിൽ തന്നെ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. എക്സാമിന് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ NABET എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് തന്നെ നിങ്ങൾ ഓർക്കുമ്പോൾ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന സ്കൂളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ബോർഡാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അത് ആ ഒരു ബോർഡ് എന്ത് മാത്രമല്ല നോക്കുന്നത്, വൊക്കേഷണൽ ട്രെയിനിങ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കും. അതോടൊപ്പം തന്നെ റെക്കഗ്നൈസിംഗ് ദിയർ കോമ്പിറ്റൻസ് ആൻഡ് കേപ്പബിലിറ്റി ഇൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷൻ മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആ സ്ഥാപനത്തിന്റെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിയുകയും ചെയ്യുന്നു. അതിനനുസരിച്ച് അവർ നല്ല എഡ്യൂക്കേഷൻ മേഖലയിൽ അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് അംഗീകരിക്കുകയും അതിനനുസരിച്ച് ഇത്തരത്തിലുള്ള വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്ന സ്കൂളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ അത് എന്താന്നുള്ളത്? എന്തിനു വേണ്ടിയിട്ടുള്ളതാന്ന് ക്ലിയർ ആയില്ലേ? Then it is supposedly one of the biggest boards under QCA in terms of impacting countless lives. എന്തായിരിക്കും ഈ ഒരു 5 ബോർഡുകളിൽ QCAയുടെ കീഴിൽ വരുന്ന ഈ 5 ബോർഡുകളിലും ഏറ്റവും ബിഗ്ഗസ്റ്റ് ബോർഡായിട്ട് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബോർഡായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ NABET-നെയാണ്. എന്തുകൊണ്ടായിരിക്കാം? In terms of impacting countless lives, എണ്ണമറ്റ ജീവിതങ്ങളെ എന്താണ് സ്വാധീനിക്കുന്നത് കൊണ്ട്. ഒരു സ്കൂള് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട് അല്ലെ ഇതില്? ഇല്ലേ? ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരു സ്ഥാപനം അല്ലേ അത്? ആണോ?
ഒരുപാട് പേരെ സ്വാധീനിക്കുന്ന ഒരു സ്ഥാപനമല്ലേ? അതെ. അതുകൊണ്ട് തന്നെ അത്തരത്തില് ഇമ്പാക്ടിങ് കൗണ്ട്ലെസ് ലൈഫ്, എണ്ണമറ്റ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ QCയുടെ കീഴിൽ വരുന്ന ഇത്രയും 5 ബോർഡുകളിലും ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ബോർഡായിട്ട് നമ്മൾ ഈ NABET-നെയാണ് പരിഗണിക്കുക. Then it ensures that the education standard cope with the demand and supply of working professional nationally and internationally. അതുപോലെ തന്നെ ഇവിടെ എന്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്? ആ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നല്ലൊരു മാനദണ്ഡം കൃത്യമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ തൊഴിൽ പ്രൊഫഷണൽ ചെയ്യുന്ന ആളുകള് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആ ഒരു നിലവാരം ഇവർക്ക് എന്താണ് നിറവേറ്റാൻ അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിച്ചു പോവാന് ആ ഡിമാൻഡിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? അതൊരു നാഷണൽ ലെവൽ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ദേശീയ തലത്തിലോ അന്താരാഷ്ട്ര തലത്തിലോ അതേ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഇവർക്ക് ആ ഡിമാൻഡിനനുസരിച്ച് അവിടെ നിലനിർത്താനും ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് അണ്ടർടേക്സ് ദ എൻഹാൻസ്മെന്റ് ഓഫ് ദ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ആൻഡ് ഇംപ്രൂവിംഗ് ദ ഇവാലുവേഷൻ മെത്തേഡ് ബൈ ഇൻകൾക്കേറ്റിംഗ് നാഷണൽ കരിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഇൻ സ്കൂളിംഗ് പ്രോസസ് ആൻഡ് സ്ട്രക്ചർ ത്രൂ അക്രഡിറ്റേഷൻ. അതോടൊപ്പം തന്നെ അവിടുത്തെ ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് എങ്ങനെയാണ്, അത് എൻഹാൻസ്മെന്റ് അതിന് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇംപ്രൂവിംഗ് ദ ഇവാലുവേഷൻ മെത്തേഡ്, അവരുടെ വിലയിരുത്തുന്ന മെത്തേഡുകളിൽ നാഷണൽ കരിക്കുലർ ഒബ്ജക്റ്റീവ് ദേശീയ പാഠ്യ പദ്ധതികള് ലക്ഷ്യങ്ങള് ഈ ഒരു സ്കൂളിംഗ് പ്രോസസ്സിൽ കൊണ്ടുവന്ന് അതിലൂടെ നല്ല കൃത്യമായിട്ടുള്ള എന്താണ് ആ ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഈ ഒരു സ്ഥാപനത്തെ അവർ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവർ പരിശോധിക്കും. അതായത് വളരെ നല്ല രീതിയിലുള്ള മികച്ച ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് ആണോ അവിടെ നടത്തുന്നത്, നല്ലൊരു സ്കൂളിംഗ് പ്രോസസ്സിലൂടെ ദേശീയ നിലവാരത്തിലുള്ള ഒരു പാഠ്യ പദ്ധതിയും ലക്ഷ്യങ്ങളുമാണോ അവിടെ അവർ നടപ്പിലാക്കുന്നത്, നല്ലൊരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, ശരിയായ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് അവിടെ കീപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ മാത്രമാണ് ഇവർ ഈ അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ സ്ഥാപനം നല്ല എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ലെവലിൽ വരെയും നല്ല രീതിയിലുള്ള ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് നിറവേറ്റുന്നുണ്ടോ, ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ് അതിനനുസരിച്ച് ബെസ്റ്റ് ആണോ, നല്ല നാഷണൽ കരിക്കുലർ ഒബ്ജക്റ്റീവ് ദേശീയ പാഠ്യ പദ്ധതിയിൽ പറയുന്ന ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയുള്ള നല്ല രീതിയിലുള്ള ഒരു എന്താണ് സ്കൂളിംഗ് പ്രോസസ്സും ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സും ഒക്കെയാണോ അവിടെ നടക്കുന്നത്, ഇതൊക്കെ ഉറപ്പുവരുത്തും. അതിനനുസരിച്ച് അതൊക്കെയാണ് ആ സ്റ്റാൻഡേർഡ് എല്ലാം ഇവർ കീപ്പ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന് അക്രഡിറ്റേഷൻ നൽകും. ഇതാണ് ഇലാബറേറ്റ് സ്ട്രക്ചർ ആൻഡ് എംഫസൈസ് ഓൺ ട്രെയിനിങ് ആൻഡ് ദ ബോർഡ് അഡ്രസ് ദ ഏരിയ ഓഫ് മേജർ കൺസേൺ ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ. എന്തായിരിക്കും ഇവിടെ പ്രധാനമായിട്ടും ഇവര് ഇലാബറേറ്റ് സ്ട്രക്ചർ ആൻഡ് എംഫസൈസ് പ്രധാനമായിട്ടും ഒരു ഊന്നൽ നൽകുന്നത് ട്രെയിനിങ്ങിനാണ്, പരിശീലനത്തിനാണ്, അല്ലെ? ഒരു വൊക്കേഷണൽ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത കോഴ്സ് എന്ന് പറയുമ്പോൾ അവര് കൂടുതലും ട്രെയിനിങ് അല്ലേ നമുക്ക് തരാം, അല്ലെ? കുറെ തിയറി പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല, അല്ലെ? മേജർ കൺസേൺ ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടർ, നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലെ പ്രധാനപ്പെട്ട ആശങ്കകളിൽ ഒന്നാണ് ഈ ബോർഡ് പ്രധാനമായിട്ടും അഡ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കി പ്രവർത്തിപ്പിക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുക. കുട്ടികൾ ഒരുപാട് പഠിച്ച് തിയറി പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അല്ലെ? പരിശീലനത്തിലൂടെയാണ് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം, ശരിയല്ലേ? ഒരു തിയറി വായിച്ചത് കൊണ്ട് നമുക്കത് പ്രവർത്തികമാക്കാൻ പറ്റുമോ? ഒരു തിയറി പഠിച്ചു, ഞാനത് പഠിച്ചു, അത് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് എത്രത്തോളം പറ്റില്ല, അല്ലെ? അതേസമയം ചെയ്തു പഠിക്കുകയാണെങ്കിലോ പിന്നെ എവിടെ ചെന്നാലും നമ്മൾ ഒരിക്കലും അത് മറന്നു പോകുന്നില്ല, അല്ലെ? നമ്മളിൽ അതിൽ പ്രാക്ടീസ് കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് അത് ബെസ്റ്റ് ആയിട്ട് പിന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ എപ്പോഴും പരിശീലനത്തിനാണ് ഇവിടെ ഊന്നൽ നൽകുന്നത്. ആ പരിശീലനത്തിലൂടെയുള്ള വിദ്യാഭ്യാസമാണ് നമ്മുടെ NABET പ്രധാനമായിട്ടും പ്രോത്സാഹിപ്പിക്കുന്നത്. ക്ലിയർ ആണോ? നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. മനസ്സിലായോ? ഒന്ന് റിപ്ലൈ ചെയ്തേ, എങ്കിൽ മാത്രമേ മിസ്സിന് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു തരാൻ വേണ്ടിട്ടാ ചോദിക്കുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ, NBQP കേട്ടോ. നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ, ക്വാളിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കിയേ. The board primarily endorses cognizance on standards such as QMS, EMS, FSMS, ISMS, etc. as well as tools of quality. എന്തായിരിക്കും? അപ്പൊ ആ പേരിൽ നിന്ന് തന്നെ നോക്കാം, ക്വാളിറ്റി പ്രൊമോഷൻ.
അതല്ലേ കൊടുത്തിരിക്കുന്നേ അല്ലെ? അപ്പൊ ക്വാളിറ്റിയെ പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യം അത് മനസ്സിലാക്കാം. ഇനി ഈ ഒരു ഈ ബോർഡ് പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് QMS എന്ന് പറഞ്ഞ എന്താ? QMS ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. QMS അറിയാത്തവരുണ്ടെങ്കിൽ എഴുതി വെക്കണേ. ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. EMS എന്താ? എമർജൻസി മെഡിക്കൽ സർവീസസ്. അതുപോലെ FSMS എന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം. ISMS എന്ന് പറഞ്ഞാല് എന്തായിരിക്കും? ISMS ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം. ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റം etc. as well as tools of quality. അപ്പൊ ഇത്തരം അതായത് ഈ പറയുന്ന QMS, EMS, FSMS, ISMS മുതലായവയും ആ ഒരു എന്താണ് ക്വാളിറ്റിയുടെ ടൂൾസ് മുതലായ കാര്യങ്ങളെ കുറിച്ച് അതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള അറിവും അംഗീകാരവുമാണ് ഈ ഒരു ബോർഡ് പ്രധാനമായിട്ട് നൽകുന്നത്. That consequently it empowers businesses to compete for better quality standard. ഈ ഒരു ബോർഡ് പ്രധാനമായിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തെ എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന എന്തിനെ പ്രാപ്തരാക്കുന്നുണ്ട്? കോമ്പീറ്റ് ഫോർ ബെറ്റർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. മികച്ച ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകളുമായി ബന്ധപ്പെട്ട് മത്സരിക്കാനായിട്ട്. അപ്പൊ ഇപ്പോ ഒരു സ്ഥാപനങ്ങൾ ഇപ്പൊ ഒരു ഏരിയയില് ഒരു കുറച്ച് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതിൽ ബെസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ആൾ നമ്മളാണ് എന്ന രീതിയിൽ അവരുമായിട്ട് ആ ഒരു ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മത്സരിക്കാനായിട്ട് ഈ ഒരു ബിസിനസ് സ്ഥാപനത്തെ ഈ ഒരു ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാപ്തരാക്കുന്നത്. And the board currently consists of 26 members, and one of the main motive is to achieve the main objective of QC. ഇപ്പൊ ഇവിടെ 20 അംഗങ്ങളാണ്. ഇപ്പൊ 26 മെമ്പേഴ്സ് ആണ് ഈ ബോർഡ് പ്രധാനമായിട്ടും ഇപ്പോ കറന്റ് ഈ ബോർഡിൽ ഉള്ളത്. അവർ പ്രധാനമായിട്ടും മെയിൻ ആയിട്ടുള്ള ഈ ബോർഡിന്റെ മോട്ടീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ടു അച്ചീവ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് QC. QCയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്ത് ചെയ്യാ? നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് അല്ലെ? നമ്മൾ പഠിച്ച കാര്യമാണ്. നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. അതിന്റെ ആ ഒരു പ്രധാന ഒബ്ജക്റ്റീവ് തന്നെയാണ് ഈ ഒരു ബോർഡിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറയുന്നത്. The National Board of Quality Promotion is reformed every 4 years and will include the Federation of Indian Small and Micro and Medium Enterprises. ഈ ഒരു National Board of Quality Promotion ഇവര് ഓരോ 4 വർഷം കൂടുമ്പോഴും ഇവരെന്ത് ചെയ്യും? റിഫോം ചെയ്യും, പുനഃസംഘടിപ്പിക്കും. അതിലെ മെമ്പേഴ്സ് മാറും, പുനഃസംഘടന നടത്തും. അങ്ങനെ റിഫോം ചെയ്ത് ഓരോ 4 വർഷം കൂടുമ്പോഴും മാറും. ഇതില് ആരും കൂടി ഉൾപ്പെടുന്നുണ്ട്? ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ സ്മോൾ ആൻഡ് മൈക്രോ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് FISME. അവരും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ബോർഡ് പ്രവർത്തിക്കുന്നത്. The tool help the industry to follow the code of conduct. ഇവരെ പ്രൊവൈഡ് ചെയ്ത് പ്രധാനമായിട്ട് ഈ പറയുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, എമർജൻസി മെഡിക്കൽ സർവീസുമായി ബന്ധപ്പെട്ട്, ഫുഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇൻഡസ്ട്രി ഇൻഫർമേഷൻ സെക്യൂരിറ്റി മാനേജ്മെന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടും ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ടൂൾസുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഇൻഡിവിജ്വൽസിനും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അറിവും അംഗീകാരവും അല്ലെങ്കിൽ എന്താണ് അക്രഡിറ്റേഷനും അംഗീകാരവും ഒക്കെ ഓരോ സ്ഥാപനങ്ങൾക്കും നൽകുന്നുണ്ട്. അത് അവർ കൃത്യമായിട്ട് ഈ പറയുന്ന മേഖലയിലെ ക്വാളിറ്റീസും കാര്യങ്ങളും പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് എത്രത്തോളം മികച്ചതായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിന്നുകൊണ്ട് ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുമോ അതിനനുസരിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു അംഗീകാരം നൽകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു ഇൻഡസ്ട്രി ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഈ അറിവുകളിലൂടെ നമുക്ക് ടു ഫോളോ ദ കോഡ് ഓഫ് കണ്ടക്ട്. എന്താ? ആ ഒരു സ്ഥാപനത്തിൽ പാലിക്കേണ്ട പെരുമാറ്റ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട പെരുമാറ്റ ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്, ഏതൊക്കെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട നിലവാരമുള്ള മാനദണ്ഡങ്ങൾ നമ്മൾ ഏതൊക്കെ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഡീൽ വിത്ത് ചലഞ്ചസ്. ഇതുമായി വരുന്ന മറ്റെന്തൊക്കെ ചലഞ്ചസുകളെയും നമുക്ക് കൈകാര്യം ചെയ്യാനും ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകളിലൂടെ സാധിക്കും. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം, മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും
ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. അതായത് QCയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവിൽ വരുന്ന നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിന്റെയും ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള അറിവുകളും അംഗീകാരവും ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രൊവൈഡ് ചെയ്യുന്ന ഈ അറിവുകളും അംഗീകാരത്തിലൂടെയും നാഷണൽ ലെവലിൽ നമുക്ക് ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഓരോ സ്ഥാപനങ്ങളെയും ബെസ്റ്റ് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നതിനും മറ്റുള്ളവരുമായിട്ട് അതിനനുസരിച്ച് കോമ്പീറ്റ് ചെയ്യുന്നതിനും ആ ബിസിനസ് സ്ഥാപനങ്ങളെ ഇവർ പ്രാപ്തരാക്കുന്നുണ്ട്. നിലവിലെ 26 അംഗങ്ങൾ അടങ്ങിയ ഒരു ബോർഡാണ് ഇവിടെ ഉള്ളത്. പ്രധാനമായിട്ടും നാഷണൽ ക്വാളിറ്റി ക്യാമ്പയിനിലൂടെ ക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിന്റെയും ലക്ഷ്യം. അതുപോലെ ഇത് ഓരോ 4 വർഷം കൂടുമ്പോഴും ഇത് പുനഃസംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ആരും കൂടി ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ സ്മോൾ ആൻഡ് മൈക്രോ ആൻഡ് മീഡിയം എന്റർപ്രൈസസും കൂടി ചേർന്നാണ്, FISMEയും കൂടി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതുവരെ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ടൂൾസിലൂടെ നമുക്ക് ആ ഒരു ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട ഓരോ സ്ഥാപനങ്ങളും പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ചും കൃത്യമായ ക്വാളിറ്റി സ്റ്റാൻഡേർഡുകളെ കുറിച്ചും കൃത്യമായി അവരുടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതിനെ കുറിച്ചൊക്കെ നല്ലൊരു അറിവും അംഗീകാരവും ഈ ഒരു ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വായിച്ചു നോക്കി വേഗം. നാഷണൽ ബോർഡ് ഫോർ ക്വാളിറ്റി പ്രൊമോഷൻ. അത് 3 എണ്ണം നമ്മൾ പറഞ്ഞിരുന്നു. National Accreditation Board for Certification Body, National Accreditation Board for Education and Training, അതുപോലെ National Board for Quality Promotion. വേഗം ഒന്ന് വായിച്ചു നോക്കി ഈ ഭാഗം. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നുള്ളത്. ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സമയമുള്ള പോലെ വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിവിടെ വരെ മിസ് എടുക്കുന്നുള്ളേ. 4th and 5th നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ ഇവിടെ വരെ ഒന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം കേട്ടോ. നോട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇതില് ഏതൊക്കെ ബാച്ചിലെ കുട്ടികളുണ്ട്? 90-ലെ ഉണ്ട്, 80-ലെ ഉണ്ട്, 70-ലെ ആണുള്ളത്. ആണോ? വേറെ ഏതെങ്കിലും ബാച്ചിൽ ഉണ്ടായിരുന്നവരുണ്ടോ? ഉണ്ടോ? 70, 80, 90 മാത്രമേ ഉള്ളൂ. ശരി. ഓക്കെ, താങ്ക് യു.